രണ്ടാം പിണറായി സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഒക്കെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വരവ് ചെലവ് കണക്കുകൾ. അതിനകത്ത് വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ട്. വലിയൊരു ധൂർത്താണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഗുരുതരമായ ചില പരാമർശങ്ങളാണ് ഉള്ളത്. അക്കാര്യത്തിൽ അത് വിവാദമായതിന് പിന്നാലെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അതിനകത്ത് വലിയ രീതിയിൽ പിശക് സംഭവിച്ചിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ പിഴവാണ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. ഇതിനോടകം CPM-ന്റെ നേതാക്കളും അണികളും ചാനൽ ചർച്ചയിൽ വരുന്ന വക്താക്കളും ഒക്കെ തന്നെ മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ അത് ഓഡിറ്റ് ചെയ്ത ഓഡിറ്ററെയും ഒക്കെ വലിയ രീതിയിൽ തെറി പറയുകയും വിമർശിക്കുകയും ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള K. ജയകുമാർ പറയുന്നത് ഇക്കാര്യത്തിൽ ഓഡിറ്ററെ താൻ കുറ്റം പറയുന്നില്ല. അതേസമയം ഓഡിറ്റർക്ക് കാര്യങ്ങൾ നൽകുന്നതിൽ വിവരങ്ങൾ നൽകുന്നതിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇത്തരത്തിലൊരു തെറ്റായ റിപ്പോർട്ട് തയ്യാറാകാനുണ്ടായ കാരണം എന്നാണ് ജയകുമാർ പറയുന്നത്. മാത്രവുമല്ല, ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുള്ള PS പ്രശാന്തിനെ പല കാര്യങ്ങളിലും അദ്ദേഹം പരോക്ഷമായിട്ടാണെങ്കിൽ പോലും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം പ്രശാന്തിനാണ് എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പ്രശാന്ത് അധ്യക്ഷനായിരിക്കെയാണ്, ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരിക്കെയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം 2025 സെപ്റ്റംബർ 20 സംഘടിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ വലിയ വിവാദമായിട്ട് മാറിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് K. ജയകുമാർ പറയുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുത്തത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിലുള്ള IIIC എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിക്കാണ്. അവരുമായിട്ട് ഒരു MOU ഒപ്പുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദേവസ്വം ബോർഡ്. ആ MOU പറയുന്നത് 8,22,00,000 രൂപയാണ്. അതായത് 8,22,00,000 രൂപ അവരെ ചെലവഴിക്കാമെന്ന തരത്തിലൊരു MOU ആണ് അവർ ഒപ്പിട്ടത്. എന്നാൽ പിന്നീട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന IIIC ഒരു തങ്ങളുടെ ബില്ല് കൊടുക്കുന്നത് അത് 7 കോടി രൂപയാണ്. അതേസമയം കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്ത് ഇത്തരത്തിൽ വലിയ ഒരു തുക വന്നപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് 4,99,00,000 രൂപ ആ രൂപയിൽ ചെലവ് നിജപ്പെടുത്തണം എന്ന ഒരു തീരുമാനം. അത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് അറിയത്തില്ല. അത്തരത്തിലൊരു തീരുമാനം പൊടുന്നതിനെ എടുക്കുന്നു. 8.22 കോടിയുടെ ഒരു MOU അവിടെ ഒപ്പിട്ടതിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 4.99 കോടിയിൽ ഈ ചെലവ് നിജപ്പെടുത്തണം എന്ന ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു ബാധ്യത നിലവിലെ ദേവസ്വം ബോർഡിന്റെ തലയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് K. ജയകുമാറും പറഞ്ഞത് അതേ കാര്യമാണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് അത്തരം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം മാറ്റാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് 4.99 കോടി രൂപ മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ കഴിയൂ. അക്കാര്യം ഈ പറയുന്ന IIIC-യുമായിട്ട് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരത് സമ്മതിച്ചിട്ടില്ല. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. പക്ഷേ അവർക്ക് ഇത് സമ്മതിച്ചേ മതിയാകും. അവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്കത് അംഗീകരിക്കേണ്ടി വരും. കാരണം തങ്ങളത് കൊടുക്കില്ല, ബാക്കി തുക കൊടുക്കില്ല, ഇത്രയും തുക മാത്രമേ കൊടുക്കൂ എന്ന നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരത് അംഗീകരിക്കും. ആ തുക മേടിച്ചുകൊണ്ട് അവരത് ഒത്തുതീർപ്പാക്കും എന്ന ഒരു പ്രതീക്ഷയാണ് K. ജയകുമാർ പങ്കുവെക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ IIIC-ക്ക് എങ്ങനെ ഈ കരാർ കൊടുത്തു എന്ന ഒരു ചോദ്യം അവിടെ ഉയർന്നു. അപ്പോൾ അതിന് K. ജയകുമാർ കൊടുക്കുന്ന മറുപടി അത് താൻ മറുപടി പറയേണ്ട കാര്യമല്ല. അതൊക്കെ തന്നെ മുൻ ദേവസ്വം ബോർഡ് ആണ് ചെയ്തത്. എങ്കിൽ പോലും താൻ പറയുന്നത് ഇത് ലേബർ വകുപ്പിന് കീഴിൽ വരുന്ന കേസിന്റെ അക്രഡിറ്റേഷനുള്ള ഒരു സ്ഥാപനമാണ് IIIC എന്ന് പറയുന്നത്. അത്തരത്തിൽ അവർ മുൻപ് പല ഇവന്റുകളും നടത്തിയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. എന്നാൽ അത്തരത്തിൽ വലിയ ഇവന്റുകളൊന്നും തന്നെ ഈ IIIC നടത്തിയിട്ടില്ല എന്ന് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം IIIC-യുടെ ചരിത്രത്തിൽ അവർ ഏറ്റവും വലിയ ഒരു ഇവന്റ് എന്ന് പറയുന്നത് സംഘടിപ്പിച്ച ഇവന്റ് എന്ന് പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. അപ്പോൾ മുൻപരിചയമില്ലാത്ത ഒരു കമ്പനിക്ക് 10% അധിക തുക കൊടുക്കാമെന്ന് MOU
പേരിൽ ഒപ്പുവെച്ചുകൊണ്ട് എന്തിന് ഇത്തരത്തിലൊരു വലിയ കരാർ കൊടുത്തു, ടെൻഡർ പോലും വിളിക്കാതെ ഒരു കരാർ കൊടുത്തു എന്ന വലിയ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിന് മറുപടി പറയാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ബോർഡ് ഇപ്പോൾ പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ 4.99 കോടി രൂപ ആണ് ചിലവായത് എന്ന് കണക്കാക്കിയാൽ പോലും അത്രയും തുക എങ്ങനെ കൊടുക്കുമെന്ന ഒരു സംശയം കൂടിയുണ്ട്. കാരണം സ്പോൺസർഷിപ്പ് വഴി ഈ തുക കണ്ടെത്താമെന്നായിരുന്നു ദേവസ്വം ബോർഡ് കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെ ആ തുക കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയിരിക്കുന്നത് 3,85,00,000 രൂപ മാത്രമാണ്. അതിൽ 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് കൊടുത്തിട്ടുണ്ട്, 85 ലക്ഷം രൂപ കേരള ബാങ്ക് കൊടുത്തു. ഇനിയിപ്പോൾ 1 കോടി രൂപ അദാനി ഗ്രൂപ്പ് കൊടുക്കുമെന്ന് അവർ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത്. അത് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അത് 3 കൂടി ചേർത്താണ് 3,85,00,000 രൂപ സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുന്നത്. ആ തുക പൂർണ്ണമായിട്ടും വിനിയോഗിച്ചാൽ പോലും പിന്നീട് 1,14,00,000 രൂപ വീണ്ടും ഒരു ബാധ്യതയായിട്ട് കിടക്കുകയാണ്. അത് എങ്ങനെ കൊടുക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ നിലവിലെ പ്രസിഡന്റ് പറയുന്നത് അത് ദേവസ്വം ബോർഡിന്റെ ഒരു തുക പോലും തങ്ങൾ എടുക്കത്തില്ല. മുൻപ് പല സ്പോൺസർമാരുമായിട്ടും സംസാരിച്ചിരുന്നല്ലോ, അവരുമായിട്ട് വീണ്ടും തങ്ങൾ ബന്ധപ്പെടും, അവര് തരാമെന്ന വാക്ക് ഏറ്റിരുന്നു, പിന്നീട് അവർ പിന്മാറിയതാണ്. അവരുമായിട്ട് സംസാരിച്ചത് റെഡിയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കഴിയുന്നില്ല. 1,14,00,000 രൂപ എവിടെ നിന്നും കണ്ടെത്തും, എങ്ങനെയാ കടം വീട്ടും ആ തുക കൊടുക്കും എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് അഡ്വാൻസ് ആയിട്ട് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും എത്ര രൂപ എടുത്തു എന്നുള്ള കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല. ഇന്ന് ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറയുന്നത് 3 കോടി രൂപ എടുത്തു എന്നാണ്. അതേസമയം 2 ദിവസം മുൻപ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് 5 കോടി രൂപ ഈ പറയുന്ന ധനലക്ഷ്മി ബാങ്കിലേക്ക്, ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിലേക്ക് 5 കോടി രൂപ മാറ്റി അതിൽ 3 കോടി രൂപ അവർക്ക് പറയുന്നത് പോലെ മുൻകൂറായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ജയകുമാർ പറയുന്നത് 3 കോടി രൂപ മാത്രമേ ചിലവാക്കിയുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പിലെ കണക്കുകൾക്ക് വിരുദ്ധമാണ്. മാത്രവുമല്ല, വാർത്താക്കുറിപ്പിൽ പറയുന്നത് 3 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ മറ്റ് 2 ചെലവിനങ്ങളിൽ ഏതാണ്ട് 28 ലക്ഷത്തോളം രൂപയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3,28,00,000 രൂപയോളം ചെലവാക്കിയിട്ടുണ്ട് ആ കണക്കിൽ നിന്നും, ആ തുകയിൽ നിന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് പറയുന്നത് 3 കോടി രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് തിരികെ വന്നിട്ടുണ്ട് എന്നും പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ 3 കോടി രൂപ തിരിച്ചടച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം ഇതുവരെ ഈ പറയുന്നത് പോലെ ഈ സ്പോൺസർഷിപ്പ് വഴി 2,85,00,000 രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ 3 കോടി എങ്ങനെ തിരിച്ചടച്ചു എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയൊരു സംശയം ഈ വിഷയത്തിൽ ഇപ്പോഴും തുടരുകയാണ്. നിലവിലെ പ്രസിഡന്റ് പറയുന്നത് ഇനിയിപ്പോൾ ഈ മാസം 27-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് ഈ പറയുന്ന ഓഡിറ്റിംഗിൽ ഉണ്ടായിരിക്കുന്ന പാകപ്പിഴകൾ പരിഹരിച്ചുകൊണ്ട് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ചില തിരുത്തലുകളൊക്കെ വരുത്തിക്കൊണ്ട് കോടതിക്ക് കൊടുക്കേണ്ടതുണ്ട്. 26-ാം തീയതി സത്യവാങ്മൂലം ഉൾപ്പെടെ സമർപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ വളരെ തെറ്റോടുകൂടി ഒരു കണക്ക് കൊടുക്കേണ്ടി വന്നതിന്റെ കാര്യവും അദ്ദേഹം പറയുന്നത് കോടതിയുടെ സമയപരിധി, കോടതിക്ക് മുന്നിൽ കൊടുത്ത സമയപരിധി, ആ സമയപരിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്, അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു പെട്ടെന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തത്. അത് വലിയ പിശകോട് കൂടിയ റിപ്പോർട്ടാണ്. അത് ദേവസ്വം ബോർഡിന്റെ ഒരു പിഴവാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ അടിമുടി ദുരൂഹതകൾ ഇങ്ങനെ തുടരുകയാണ്. പല ചോദ്യങ്ങൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടിയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് പല കണക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഉദാഹരണമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഈ കണക്കിനകത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദിവസം 4000 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് അദ്ദേഹം ഒരു കണക്കിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ്, അതിനെന്താണ് പ്രൂഫ് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത്തരത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ തന്നെ 5000-4000 പേര് വീതം കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊന്നും യാതൊരു കണക്കുമില്ല. അതിന് കണക്കൊപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇറക്കിയ ദേവസ്വം ബോർഡിന്റെ റിലീസിൽ പറയുന്നത് നിരവധി പേര് ആഹാരപ്രിയനായിട്ടുള്ള, ഭക്ഷണപ്രിയനായിട്ടുള്ള, ദാനപ്രിയനായിട്ടുള്ള അയ്യപ്പന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിരവധി ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുത്തു എന്നൊരു വാദമാണ് ഈ ദേവസ്വം ബോർഡിന്റെ റിലീസിൽ പറയുന്നത്. അത്തരത്തിൽ ആളെണ്ണം ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഗെമ്മിക്കുകളും അവരതിനകത്ത് കാട്ടി വെച്ചിട്ടുണ്ട്.
ഒപ്പം പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നു. അതിലുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടിയിൽ അദ്ദേഹം പറയുന്ന ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഓഡിറ്റിന് വിധേയമാക്കണം, അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറയുന്നു. എന്തായാലും ഇന്നത്തെ നിലവിലെ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ ഒരു വാർത്താ സമ്മേളനം നോക്കുകയാണെങ്കിൽ ഈ പല കാര്യങ്ങളിലും അദ്ദേഹം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ തലയിലേക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്തം കെട്ടിവെക്കുന്നു എന്നതാണ്. ഒന്നാമത് ഈ പറയുന്ന IIIC എന്ന് പറയുന്ന സ്ഥാപനത്തിന് എങ്ങനെ ഈ കരാർ കൊടുത്തു, അത് തങ്ങളല്ല, അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് മുൻ ദേവസ്വം ബോർഡാണ്. അദ്ദേഹമാണ് അത്തരത്തിൽ ഒരു കരാറില്ലാതെ തന്നെ അവർക്ക് ടെൻഡർ ഇല്ലാതെ തന്നെ അവർക്ക് ആ ഒരു കരാർ കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ട തുക 4.99 കോടി മാത്രമേ കൊടുക്കൂ എന്നത് വാക്കാൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവരിത് അംഗീകരിച്ചിട്ടില്ല. അതേസമയം തന്നെ അവിടെ MOU 8 കോടി 22 ലക്ഷം രൂപയുടെ ഒരു MOU നിലനിൽക്കുന്നുണ്ട്. ആ MOU നിലനിൽക്കെ എങ്ങനെ ഈ 4.99 കോടി രൂപ കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ ഒരു ചെലവ് എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനും നിലവിലെ പ്രസിഡന്റ് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ 4.99 കോടി രൂപ എന്ന വാക്കാൽ ഉറപ്പിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ തങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല, തങ്ങളെങ്കിലും സംസാരിച്ചത് റെഡിയാക്കുമെന്നാണ്. അത്തരത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വലിയ രീതിയിലുള്ള പിടിപ്പുകേടുകൾ, പിഴവുകൾ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയത്. അത് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് വലിയ കുരുക്കാകുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. PS പ്രശാന്തിന് ഈ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിശദീകരണം നടത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.